അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. നമ്മുടെ പഠനത്തിൻ്റെ അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിൻ്റെ പഠനമാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഇച്ചിരി മുതിർന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഹംസിൻ്റെ പാഠമൊക്കെ പഠിച്ചു അല്ലേ. ഹംസിൻ്റെ പാട്ട് പഠിച്ചില്ലായിരുന്നോ? ഹംസേ ഹംസേ നീ എവിടെ, ഹൽക്കിനകത്ത് ഞാനുണ്ട്, ഹൽക്കിനകത്ത് നീ എവിടെ, ഹൽക്കിൻ താഴെ അറ്റത്ത്, ഒന്ന് പുറത്തു വരാമോ നീ, ഞാനിത വന്നു അ അ അ അങ്ങനെയൊന്ന് പാടിയേ. ഹംസേ ഹംസേ നീ എവിടെ, ഹൽക്കിനകത്ത് ഞാനുണ്ട്, ഹൽക്കിനകത്ത് നീ എവിടെ, ഹൽക്കിൻ താഴെ അറ്റത്ത്, ഒന്ന് പുറത്തു വരാമോ നീ, ഞാനിത വന്നു അ അ അ അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹംസിൻ്റെ പാഠം തന്നെയാണ്, ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി. അതായത് വേറൊരു പാട്ട് കൂടെ പോകാൻ പഠിക്കാം. അപ്പം എന്താണ് ആക്ച്വലി പഠിക്കണം. ഉസ്താദിൻ്റെ പാട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഉസ്താദിൻ്റെ പാട്ട് പാടി അതിന് ഞങ്ങൾക്കുണ്ടോ ഒരു ഉസ്താദ്, നന്മ നിറഞ്ഞ ഒരു ഉസ്താദ്, അറിവ് പകരും ഉസ്താദ്, തെറ്റ് തിരുത്തും ഉസ്താദ്, സ്നേഹം ചൊരിയും ഉസ്താദ്, നേർവഴി കാട്ടും ഉസ്താദ്, കുട്ടികൾ ഞങ്ങൾക്ക് എന്നെന്നും കൂട്ടായെത്തും ഉസ്താദ്. അതാ പാടിയത് അല്ലേ. നമ്മൾ എന്താക്കണം, ഇന്ന് പഠിക്കേണ്ട ഒരു വേറൊരു പാട്ട് കൂടെ പഠിക്കാം. പുറത്തിരുട്ടകറ്റുവാൻ കൊളുത്തണം വിളക്കുനാം. എന്താ പറഞ്ഞത്? പുറത്തിരുട്ടകറ്റുവാൻ കൊളുത്തണം വിളക്കുനാം, അകത്തിരുട്ടകറ്റുവാൻ അക്ഷരം പഠിക്കണം. എന്താ പറഞ്ഞത്? അകത്തിരുട്ടകറ്റുവാൻ അക്ഷരം പഠിക്കണം, മുതിർന്നവർ പഠിക്കണം, കുട്ടികൾ പഠിക്കണം, നാട് നന്നായി തീരുവാൻ സകലരും പഠിക്കണം അല്ലേ. ഇപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാട്ട് എന്താണെന്നറിയോ? ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം ആ പാട്ടിലൂടെയാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാട്ട് എന്താണ്? അൻവറിൻ്റെ വീട്ടിലുണ്ട് 3 കസേര, അൻവറിൻ്റെ വീട്ടിലുണ്ട് 3 കസേര, ഉണ്ട് 3 കസേര, അലിഫ് വാവ് യാ എന്ന 3 കസേര. ആ കസേരയുടെ പേരെന്തുവാ? അലിഫ് വാവ് യാ എന്ന 3 കസേര. 3 കസേരയുള്ള അൻവറിൻ്റെ വീട്ടിൽ. പക്ഷേ അന്നൊരിക്കൽ 4 ഹംസ് വിരുന്നു വന്നു. ആരാ വന്നത്? 4 ഹംസ് വിരുന്നു വന്നു. ആദ്യം ഒരാൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? അൻവറിൻ്റെ വീട്ടിലുണ്ട് 3 കസേര. ആ കസേരയുടെ പേരെന്തുവാ? അലിഫ് വാവ് പിന്നെ യാ എന്ന 3 കസേര. അപ്പോഴോ അൻവറിൻ്റെ വീട്ടിലുണ്ട് 3 കസേര. എന്ത് കസേരക്കാ? അലിഫ് വാവ് യാ എന്ന 3 കസേര. അന്നൊരിക്കൽ 4 ഹംസ് വിരുന്നു വന്നു. എത്ര ഹംസ് വന്നു? എന്താ? 4 ഹംസ് വിരുന്നു വന്നു. എത്ര ഹംസ വന്നത്? ആദ്യം ഒരാൾ അലിഫിനുമേൽ കയറിയിരുന്നു. എവിടെ കയറിയിരുന്നു? പിന്നെ അടുത്ത പാട്ടെന്താ? അന്നൊരിക്കൽ 4 ഹംസ് വിരുന്നു വന്നു. ആദ്യം ഒരാൾ അലിഫിനുമേൽ കയറിയിരുന്നു. പിന്നൊരാൾ വാവിനുമേൽ പോയിരുന്നു. പിന്നൊരാൾ വാവിനുമേൽ പോയിരുന്നു. മറ്റൊരാൾ യാഇനുമേൽ ചെന്ന് ഇരുന്നു. എന്തിനു മേൽ ഇരുന്നു? എന്തിനു മേലായിരുന്നത്? യാഇന്റെ മേൽ. അപ്പൊ എത്ര ഹംസ് കയറിയിരുന്നു? 3 പേര്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? 4 ഹംസാണ് വരുന്നു വന്നത്. ഇപ്പൊ എത്ര പേർക്കേ കസേര ഇട്ടുള്ളൂ? 3 പേർക്ക്. അപ്പം ബാക്കിയുള്ള ഹംസ് സീറ്റ് നോക്കി നടന്നു. സീറ്റില്ലാതെ താഴെ തന്നെ കുത്തിയിരുന്നു. എവിടെയിരുന്നു? താഴെ എങ്ങിരുത്തു. അല്ല കസേര കിട്ടിയാക്ക് ഇല്ല. അപ്പൊ നമുക്ക് ഉദാഹരണത്തിലൂടെ പഠിക്കാം. എന്താണ് ഒന്നാമത്തെ? എന്താണ് ഇതെന്താ പറയും? അണ്ട അലിഫിന്റെ മേളായിരിക്കുന്നത്. എന്താണ്? എന്താണ്? ബഅ്സും പറഞ്ഞ ഹംസുണ്ടോ, അലിഫിന് മുകളിൽ ഇരിപ്പുണ്ട്. അടുത്ത എന്താണ്? ബുഅ്സും പറഞ്ഞ ഹംസുണ്ടോ, വാവിന് മുകളിൽ ഇരിപ്പുണ്ട്. അടുത്ത എന്താ? എന്താണ്? ബിഇസ. എന്താണ്? ബിഇസ. ബിഇസ പറഞ്ഞ ഹംസുണ്ടോ, യാഇന് മുകളിൽ ഇരിപ്പുണ്ട്. അപ്പൊ യാ നമ്മൾ പഠിക്കണം. യാ എന്ന് പറഞ്ഞാൽ പുള്ളി കാണും, പുള്ളി കാണത്തില്ല. ചിലയിടത്ത് എന്ത് കാണും? പ്രത്യേകിച്ച് ഹംസ് ഇരിക്കുമ്പോ എന്ത് വരത്തില്ല? പുള്ളി വരത്തില്ല. മനസ്സിലായി? ഇപ്പൊ തലാഹാനൊക്കെ എഴുതും, ജല്ലാഹാനൊക്കെ ഓതും ഖുർആനില്. അപ്പോൾ അവിടെ എന്ത് വരത്തില്ല?
പുള്ളി. അപ്പോൾ അത് ഏത് അക്ഷരമാണ് അവിടെ? എല്ലാം നീട്ടാൻ എന്ത് വന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫത്തഹ നീട്ടാൻ അലിഫ് വരും, കെസർ നീട്ടാൻ യാ വരും, ദമ്മിന് നീട്ടാൻ വാവ് വരും. പക്ഷേ ഈ അലിഫിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? ചിലയിടത്ത് യാവും വാവും വരും എന്നൊക്കെ വേറെ പാഠത്തിൽ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് പഠിക്കാം. ഇപ്പോൾ ഇവിടെ എന്താണ്? ബിഇസ പറഞ്ഞാൽ ഹംസുണ്ടോ? എന്തിൻ്റെ മുകളിലായിരിക്കുന്നത്? യാഇൻ്റെ മുകളിൽ. ഇനി ഏതോ? ജാ ജാ പറഞ്ഞ ഹംസുണ്ടോ? എവിടെയിരിക്കുന്നു? താഴെ തന്നെ ഇരിപ്പുണ്ട്. അപ്പം കണ്ടോ എവിടെ ആയിരിക്കും ജാ പറഞ്ഞ ഹംസ്? ഈ ജാ എന്ന് എഴുതുമ്പോൾ ഏതെങ്കിലും അക്ഷരത്തിന് മുകളിൽ വെക്കുമോ ഹംസിനെ? ഇല്ല. അപ്പം നമ്മൾ പഠിച്ചു എന്താണ്? അപ്പം നമുക്ക് ഒന്നുകൂടെ പാടാം. അൻവറിൻ്റെ വീട്ടിലുണ്ട് 3 കസേര, അലിഫ് വാവ് യാ എന്ന 3 കസേര. അന്നൊരിക്കൽ 4 ഹംസു വിരുന്നു വന്നു. ആദ്യം ഒരാൾ അലിഫിനുമേൽ കയറിയിരുന്നു, മറ്റൊരാൾ വാവിനുമേൽ പോയിരുന്നു, വേറൊരാൾ യാഇനുമേൽ ചെന്ന് ഇരുന്നു. ബാക്കിയുള്ള ഹംസു സീറ്റു നോക്കി നടന്നു, സീറ്റില്ലാതെ താഴെ തന്നെ കുത്തിയിരുന്നു. ബഅസും പറഞ്ഞ ഹംസുണ്ടോ? അലിഫിന് മുകളിൽ ഇരിപ്പുണ്ട്. ബുഅസും പറഞ്ഞ ഹംസുണ്ടോ? വാവിന് മുകളിൽ ഇരിപ്പുണ്ട്. ബിഇസ പറഞ്ഞ ഹംസുണ്ടോ? യാഇന് മുകളിൽ ഇരിപ്പുണ്ട്. ജാ പറഞ്ഞാൽ ഹംസുണ്ടോ? താഴെ തന്നെ ഇരിപ്പുണ്ട്. അപ്പം ഹംസിൻ്റെ സംശയങ്ങളൊക്കെ മാറും. ഇനി ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക് കേട്ടോ. അല്ലാഹു തആല പഠിക്കാനും അതനുസരിച്ച് പരിശുദ്ധ ഖുർആൻ ഓതാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.